Hi all, welcome to Smart Edu channel. ഇന്ന് ഞാൻ കേരള ബോർഡിൻ്റെ ഗ്രേഡ് 12 കമ്പ്യൂട്ടർ സയൻസിലെ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന വളരെ കുറച്ച് പോർഷൻസ് ആണ്. പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ട് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ എത്ര മാർക്സാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ എക്സ്പെക്റ്റഡ് മാർക്സ് ഫ്രം ദിസ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 6 മാർക്സ് ആണ്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നമുക്ക് പഠിക്കേണ്ടത് കവർ ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇട്ടേക്കുന്നത്. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ വളരെ കുറേ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണും. അതെല്ലാം നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചു പോകാം. അല്ല, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഡെഫിനിഷൻ, സ്ട്രക്ചർ വേരിയബിൾ, നെസ്റ്റഡ് സ്ട്രക്ചർ, കമ്പയർ അറേ ആൻഡ് സ്ട്രക്ചർ, പോയിൻറ്റേഴ്സ്, മെമ്മറി അലോക്കേഷൻ, മെമ്മറി ലീക്ക്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇന്നത്തെ പോർഷനിലേക്ക് പോകാം. ഇന്നത്തെ പോർഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഡെഫിനിഷൻ എന്താണെന്നും സ്ട്രക്ചർ വേരിയബിൾ എന്താണെന്നും പിന്നെ അതുകൂടാണ്ട് നെസ്റ്റഡ് സ്ട്രക്ചർ, കമ്പയർ അറേ ആൻഡ് സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ട്രക്ചർ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Structure is a user-defined data type, and it's a collection of logical related data items which may be of different data types under a common name. Structure എന്ന് പറഞ്ഞാൽ ഒരു user-defined data type. User-defined data type എന്ന് പറഞ്ഞാൽ it is defined by a user. ഡാറ്റ ടൈപ്പ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് യൂസറാണ്. നമ്മൾ ഗ്രേഡ് 11 different types of data type പഠിച്ചു. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പം ഇൻറ്റ്, ഫ്ലോട്ട്, കാർ, വോയിഡ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പാണ്. ഇനി ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അറേസ്, ഫംഗ്ഷൻ, ക്ലാസ്, ഇതൊക്കെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. ഇനി യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്ട്രക്ചേഴ്സും പോയിൻറ്റേഴ്സും. അതിലെ സ്ട്രക്ചർ നമ്മൾ ഇന്ന് കവർ ചെയ്യും. ഓക്കെ, അപ്പം യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ യൂസർ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ്. ഓക്കെ, സോ ഒരു ലോജിക്കൽ റിലേഷനുള്ള ഡാറ്റ ഐറ്റംസിൻ്റെ ഒരു പൂൾ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വാല്യൂസ് ആണ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയായിരിക്കും? ആ വാല്യൂസിന് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്, നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഒരു കോമൺ നെയിം, അണ്ടർ എ കോമൺ നെയിമിൽ ഒരു ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിനോട് കൂടിയ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിൻ്റെ ഒരു കളക്ഷനാണ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കീവേഡ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രക്റ്റാണ്. നമുക്ക് ഇപ്പം നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു കീവേഡ്സ് യൂസ് ചെയ്യണം. ആ ഒരു കീവേഡാണ് സ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. സിൻടാക്സ് ടു ഡിഫൈൻ ദ സ്ട്രക്ചർ. എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഓഫ് സ്ട്രക്ചർ ഈസ് ഗിവൺ ഇൻ ദ ലെഫ്റ്റ് സൈഡ്. സ്ട്രക്ചർ ടാഗ്. ഓക്കെ, അത് സ്ട്രക്ചർ നെയിം കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ സ്ട്രക്ചർ ടാഗ് എന്ന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കീവേഡ് യൂസ്, നമുക്ക് എങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്ട്രക്ചറിൻ്റെ ആണെന്നുള്ള ഫോർമാറ്റ് ആണെന്നുള്ളത് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതെന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്കൊരു ഇപ്പം ഒരു സ്ട്രക്ചർ എഴുതണമെങ്കിൽ അത് ഏത് ഫോർമാറ്റിൽ വേണം എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്താണ് സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഒരു സ്ട്രക്ചർ നെയിം കൊടുക്കുക. അതാണ് ടാഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ഒരു അതിനുശേഷം ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മെമ്പർ ഡെഫിനിഷൻ, ഒന്നെങ്കിൽ മെമ്പർ ഡെഫിനിഷൻ എന്ന് നമുക്ക് ഈ ഒരു പാർട്ടിനെ പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പും കറസ്പോണ്ടിങ് വേരിയബിളും. അപ്പോൾ ഇവിടെ രണ്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതർ നിങ്ങൾക്ക് മെമ്പർ ഡെഫിനിഷൻ എന്ന് പറയാം, നമുക്ക് ഇതിൻ്റെ അകത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മെമ്പറിനെ ഡിഫൈൻ ചെയ്യാം. അതല്ലെങ്കിൽ അതേ കാര്യം തന്നെയാണ് നമുക്ക് ഡാറ്റ ടൈപ്പ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് n വേരിയബിൾസിൻ്റെ ഡാറ്റ ടൈപ്പിനെ നമുക്കിവിടെ ഡാറ്റ ടൈപ്പ് അലോങ് വിത്ത് ദ വേരിയബിൾ, നമുക്ക് അങ്ങനെ n വേരിയബിൾസിനെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിനുശേഷം കേർലി ബ്രാക്കറ്റ് ഇടുക, സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കുക. ഇവിടെ മസ്റ്റാണ് സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്യേണ്ടത്, മസ്റ്റാണ്. ഓക്കെ, ലൈക്ക് ക്ലാസിൻ്റെ കൂട്ട് തന്നെ ഇവിടെയും സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്യണം. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ഒരു എക്സാമ്പിൾ നോക്കാം. സ്ട്രക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ക്ലാസ് ഇവിടെ ഒരു സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. സ്ട്രക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഞാനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ്
കറസ്പോണ്ടിങ് സ്ട്രക്ചർ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. നമുക്കറിയാം ഒരു സ്റ്റുഡൻറ്റിന് അത്യാവശ്യമായിട്ട് വേണ്ടിയ സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ നമ്പർ, നെയിം, ഏത് ഗ്രൂപ്പാണെന്നുള്ളത് വേണം, സയൻസ് ഓർ കോമേഴ്സ് അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വേണം നമുക്ക്, പിന്നെ കുട്ടിയുടെ ഫീ വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു സ്റ്റുഡൻസിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ ആണ്. അതാണ് പറഞ്ഞത്, പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞെന്താണ്, ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ. ഓക്കെ, മനസ്സിലായാലും എന്താണ് ഈ ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ എന്ന്? സ്റ്റുഡൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കണം നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ അകത്തിൽ ഡിഫൈൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു, വിച്ച് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് അല്ലേ, ആ സ്ട്രക്ചേഴ്സിൻ്റെ അകത്തിൽ കൊടുക്കുന്നത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിയേ, ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആണ് ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആണ് യൂസ് ചെയ്തത്. ലൈക്ക് ഇൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാർ യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്ലോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സോട് കൂടിയ ഒരു കോമൺ നെയിം, ഇവിടുത്തെ കോമൺ നെയിം എന്താണ്, ഈ ഓരോ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഓരോ വേരിയബിൾസിൻ്റെയും കോമൺ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണല്ലേ. അണ്ടർ ദ സ്റ്റുഡൻറ്റിലാണ് അഡ്മിഷൻ നമ്പർ ആണെങ്കിലും നെയിം ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും ഫീ ആണെങ്കിലും വരുന്നത്, വിത്ത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എലമെൻറ്റിന് അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ഫോർമാറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്ത്. അപ്പം എല്ലാവർക്കും സിൻടാക്സ് ഓഫ് സ്ട്രക്ചർ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാം. എങ്ങനെ അസസിങ് എലമെൻറ്റ്സ് ഓഫ് എ സ്ട്രക്ചർ, എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് എ സ്ട്രക്ചർ, എങ്ങനെ നമുക്കൊരു സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാം. ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ കോൾ ഔട്ട് ചെയ്യാം. നമുക്ക് നോക്കിയാൽ സ്ട്രക്ചർ നമ്മളിവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തല്ലേ, നമ്മൾ പ്രീവിയസിലെ സെയിം എക്സാമ്പിൾ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇവിടെ സ്ട്രക്ചർ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തിൽ യൂസ് ചെയ്തേക്കുന്ന ഈ അഡ്മിഷൻ നമ്പർ ആണെങ്കിലും നെയിം ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും ഫീ ആണെങ്കിലും എങ്ങനെ നമുക്ക് പുറത്ത് മെയിൻ ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യാം, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഇത് നമ്മൾ പുറത്തോട്ട് കോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്തേക്കുന്ന മെയിൻ ഫംഗ്ഷനിലാണ് അല്ലേ. സോ മെയിൻ ഫംഗ്ഷനിലാണ് കമ്പൈലർ ആദ്യമേ കമ്പൈൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷനിൽ കമ്പൈൽ ചെയ്യുമ്പോൾ ഈ കറസ്പോണ്ടിങ് സ്ട്രക്ചേഴ്സിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസിനെ എങ്ങനെ നമുക്ക് കോൾ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. The elements of a structure can be accessed by dot operator. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രക്ചറിലെ എലമെൻറ്റ്സിനെ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം, ഒരു ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാം. ഓക്കെ, ഈ ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ് ഓപ്പറേറ്റർ എന്നും പറയും അതിന്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്ട്രക്ചറിൻ്റെ ഈ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാനുള്ള ഫോർമാറ്റ് നോക്കാം. സോ സ്ട്രക്ചർ അണ്ടർസ്കോർ വേരിയബിൾ, അപ്പോൾ ഏതാണോ വേരിയബിൾ അത് മെൻഷൻ ചെയ്യുക, ഡോട്ട് ആ എലമെൻറ്റേയും എഴുതുക. ഓക്കെ, സോ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം കൊടുക്കുക. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ഇപ്പോൾ പ്രീവിയസ് എക്സാമ്പിൾ തന്നെയാണ്, സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ഇൻറ്റ് അഡ്മിഷൻ നമ്പർ ക്യാർ നെയിം ക്യാർ ഗ്രൂപ്പ് ഫ്ലോട്ട് ഫീ. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ എഴുതാത്ത ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഡയറക്റ്റ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ സ്ലൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ക്ലോസ് ചെയ്തിട്ട് ഞാൻ എന്താണ് ഒരു വേരിയബിൾ എഴുതിയിട്ടുണ്ട് അല്ലേ, ST എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ. ST എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്റ്റുഡൻറ്റിന് വേണ്ടി ഞാനൊരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തേ. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് വേണ്ടിയത്, ഇത് കോൾ ചെയ്യണമെങ്കിൽ ഒരു സ്ട്രക്ചർ വേരിയബിൾ വേണം. അത് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റും. ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇങ്ങനൊരു വേരിയബിൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് S എന്ന് വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് A എന്നോ B എന്നോ എന്ത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഈ സ്ട്രക്ചർ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും യൂസറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ST എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. അപ്പം അടുത്ത് നമ്മൾ സ്ട്രക്ചറിൻ്റെ നെയിമാണ് സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് ST ഇവിടെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നോട്ട് ഈ ST എന്ന് പറഞ്ഞ് ഇവിടെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. രണ്ട് വേയിലും നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ രണ്ട് വേയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് സ്റ്റുഡൻറ്റ് ST. സോ അതിനെ ഡിഫൈൻ ചെയ്തു. ഇനി സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ വേരിയബിൾ ഇവിടെ ഏതാണ്, ST ഡോട്ട് അഡ്മിഷൻ നമ്പർ, ST ഡോട്ട് നെയിം, ST ഡോട്ട് ഗ്രൂപ്പ്, ST ഡോട്ട് ഫീ. നമുക്ക് ഈ ഓരോ എലമെൻറ്റ്സിനെയും സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ഒരു സ്ട്രക്ചറിലെ എലമെൻറ്റ്സിനെ വിത്ത് ദ യൂസ് ഓഫ് ഡോട്ട് ഓപ്പറേറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെസ്റ്റഡ് സ്ട്രക്ചർ. എന്താണ് ഈ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം.
നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ, ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിരിക്കുക. സോ ആൻ എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ ഈസ് എ വേരിയബിൾ ഓഫ് അനദർ സ്ട്രക്ചർ. ഓക്കെ, ഒരു സ്ട്രക്ചറിലെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ട്രക്ചറിലെ എലമെൻ്റ് ആണെങ്കിൽ, ഓക്കെ, ഒരു സ്ട്രക്ചറിലെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ട്രക്ചറിലെ വേരിയബിൾ ആണെങ്കിൽ അതിനെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. നമുക്കിവിടെ ഡെഫിനിഷൻ എയും ബിയും ശ്രദ്ധിച്ച് നോക്കാം. ഡെഫിനിഷൻ എയിൽ 2 സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് സ്ട്രക്ചർ ഡേറ്റും മറ്റൊന്ന് സ്റ്റുഡൻറ്റുമാണ്. അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചറിനെയും കൂടെ ഒരൊറ്റ സ്ട്രക്ചറിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. അതിനെയാണ് നമുക്ക് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. സോ ഇവിടെ അത് സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഞാൻ മെയിൻ സ്ട്രക്ചറായിട്ട് എടുത്തു. അതിൽ ഇൻറ്റ് അഡ്മിഷൻ നമ്പർ, ക്യാർ നെയിം, പിന്നെ നമുക്ക് ഈ സ്ട്രക്ചർ ഡേറ്റ് എന്നുള്ളതിനെ അതിൻ്റെ സബ് സ്ട്രക്ചറായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ഈ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു സ്ട്രക്ചറിൻ്റെ അതിലേക്ക് ഞാൻ ഡേറ്റ് എന്നുള്ളൊരു സ്ട്രക്ചറിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്, നെസ്റ്റഡ് ആയിട്ട് ഒന്നിൻ്റെ അകത്തിൽ തന്നെ എന്തുണ്ട്, അടുത്ത സ്ട്രക്ചറുണ്ട്. അതാണ് നമുക്ക് ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്. ആൻ എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ ഈസ് എ വേരിയബിൾ ഓഫ് അനദർ സ്ട്രക്ചർ. ഓക്കെ, ഒരു സ്ട്രക്ചറിൻ്റെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ട്രക്ചറിൻ്റെ വേരിയബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറുള്ള എക്സാംസിലെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ വളരെ കെയറോടുകൂടി തന്നെ ഇത് പഠിക്കുക. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. എന്താണ് അറേ? നമുക്ക് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് അറേ എന്താണെന്ന്. അറേ എന്ന് ഉദ്ദേശിച്ചാൽ ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഞാൻ പറഞ്ഞു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൻ്റെ എക്സാമ്പിളാണ് അറേ, ക്ലാസ് ഒക്കെ. ഓക്കെ, അറേ എന്ന് പറയുന്നത് ഏതാണ്, ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. മറിച്ച് ഇവിടെ സ്ട്രക്ചറോ ഇതൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ഇനി അറേ എന്ന് വെച്ചാൽ എന്താ, കളക്ഷൻ ഓഫ് സെയിം ഡാറ്റ ടൈപ്പ്. അവിടെ നമുക്കിങ്ങനെ ഇൻറ്റും ക്യാറും അങ്ങനെ മിക്സഡ് ഡാറ്റ ടൈപ്പ് പറ്റത്തില്ല. ഓക്കെ, അറേയിൽ ഒരിക്കലും ഒരു മിക്സഡ് ഡാറ്റ ടൈപ്പ് പറ്റത്തില്ല. ഇവിടെ എന്തായിരിക്കും, ഇവിടെ അറേയിൽ ക്യാർ യൂസ് ചെയ്യുവാണെങ്കിൽ മൊത്തം എലമെൻസും എങ്ങനെയായിരിക്കണം, ക്യാരക്ടറിലുള്ളത് തന്നെ ആയിരിക്കണം. പക്ഷേ സ്ട്രക്ചറിൽ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്ത്, ഇൻറ്റ് യൂസ് ചെയ്ത്, ക്യാർ യൂസ് ചെയ്ത്, ഫ്ലോട്ട് യൂസ് ചെയ്ത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഒക്കെ എലമെൻറ്റ്സ് നമുക്ക് എവിടെ യൂസ് ചെയ്യാം, സ്ട്രക്ചറിൽ യൂസ് ചെയ്യാം. പക്ഷേ അറേയിൽ നമുക്ക് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, അറേനെ കോൾ ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. എങ്ങനെയാണ് അറേ കോൾ ചെയ്യുന്നത്, അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അറേ കോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു സ്ട്രക്ചറിനെ കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പീരീഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ കഴിഞ്ഞ് തൊട്ട് മുൻപത്തെ സ്ലൈഡിൽ പഠിച്ചത് എങ്ങനെയാണ് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സ്ട്രക്ചറിൽ നിന്നും എലമെൻറ്റ്സിനെ കോൾ ചെയ്യുന്നതെന്ന്. ഇനി വെൻ ആൻ എലമെൻറ്റ് ഓഫ് അറേ ബിക്കംസ് അനദർ അറേ, ഒരു അറേയുടെ എലമെൻറ്റ് മറ്റൊരു അറേയുടെ എലമെൻ്റ് ആവുകയാണെങ്കിൽ അതിനെ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നു. ഓക്കെ, ഒരു അറേയിലെ എലമെൻറ്റ് മറ്റൊരു അറേ എലമെൻ്റ് ആകുകയാണെങ്കിൽ അതിനെ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നു. ഇനി ഒരു സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ് മറ്റൊരു സ്ട്രക്ചറിൻ്റെ എലമെൻ്റ് ആകുകയാണെങ്കിൽ അതിനെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നു അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ഒരു സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ് മറ്റൊരു സ്ട്രക്ചറിൻ്റെ എലമെൻ്റ് ആകുകയാണെങ്കിൽ അതിനെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നു. ഇനി അറേ ഓഫ് സ്ട്രക്ചർ ഈസ് പോസിബിൾ. ഓക്കെ, അപ്പം അറേ ഓഫ് സ്ട്രക്ചർ, ഇപ്പോൾ സ്ട്രക്ചേഴ്സിൽ അറേയിൽ എന്താകാം, ഒരു സ്ട്രക്ചർ ഓഫ് എലമെൻറ്റ്സ് പോസിബിൾ ആണ്. സ്ട്രക്ചർ കണ്ടെയ്ൻസ് അറേ ഓഫ് എലമെൻറ്റ്. ഇപ്പം അറേ ഓഫ് സ്ട്രക്ചർ ഈസ് പോസിബിൾ ആണെങ്കിൽ സ്ട്രക്ചറിൽ എന്തുണ്ടായിരിക്കും, അറേ ഓഫ് എലമെൻറ്റ്സും പോസിബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. ഇത് അങ്ങനെ നിങ്ങൾക്ക് അങ്ങ് പഠിക്കാം. ഓക്കെ, വളരെ ഷോർട്ടായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. നല്ല വൃത്തിക്കാണ് ഇത് തന്നെ ബൈ ഹാർട്ട് ചെയ്യുക, മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ്സ് തരിക. ഇനി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം, എന്തൊക്കെ ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.